വൊമിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് നിങ്ങൾ ദത്തെടുക്കാനുള്ള ഫോർമാറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ അച്ഛനാവണമെങ്കിലും അമ്മയാവണമെങ്കിലും രണ്ടച്ഛനാവണമെങ്കിലും ഒരമ്മ ഒരു അച്ഛനാവണമെങ്കിലും അത് നിങ്ങളെ പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ ആയിട്ട് കൊണ്ടുപോകും. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് ബേസ് ചെയ്ത് ഈ ഒരു പോസ്റ്റിൽ ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു. ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ കളിയാക്കുന്നത് ഇതൊക്കെ ചുമ്മാ അല്ല, നോർമലായിട്ട് എല്ലാവർക്കും എല്ലാ പെണ്ണുകൾക്കും കയറി ഈ പ്രസവം പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിപ്ലൈസ് വന്നായിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം, ഞാനൊക്കെ ഒരു കുഞ്ഞു ഭാവയ്ക്ക് വേണ്ടി 4.5 വർഷമാണ് കാത്തിരുന്നത്. പോകാൻ ക്ഷേത്രങ്ങളില്ല, കാണിക്കാൻ ഹോസ്പിറ്റലില്ല. അവസാനം പൈസ തീർന്ന് ഗതികേടായപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന്. ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോക്ക് 1 വർഷത്തോളം നിർത്തി ദൈവം ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ 2025 ജനുവരി 25 പ്രഗ്നൻസി പോസിറ്റീവായി. ഈ സെപ്റ്റംബർ 4 ഒരു പൊന്നുമോൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര സ്ത്രീകളെന്നറിയാമോ ഇപ്പോഴും കൊച്ചുങ്ങളില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവർ വീണ്ടും സന്തോഷിക്കുന്നതാണെന്ന് വിചാരിക്കുന്നത്. നീ ഇപ്പോ ഇങ്ങനെ കാണി നോക്കി, നീ പെണ്ണാണെന്ന് പറയുന്നത്, നിനക്ക് പ്രസവിക്കണമെന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിനക്ക് പീരീഡ്സ് പെയിൻ എന്താണെന്ന് അറിയാമോ? ആ പെയിൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? ആ പീരീഡ്സ് വരുന്നതിന് മുന്നേ ഉള്ള പെയിൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? കൈവേദന, കാലുവേദന, മുട്ടുവേദന, ജോയിന്റ് വേദന, അത് വേദന, ഇത് വേദന, ബാക്ക് പെയിൻ, അങ്ങനെ ഇങ്ങനെ കുറെ വരും. അതൊക്കെ നീ സഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്, നീ പ്രഗ്നൻസി പെയിൻ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ പ്രസവിക്കുമ്പോൾ ആ ഒരു വേദന നിനക്ക് അനുഭവിക്കാൻ പറ്റുമോ? നിന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഇല്ല ബ്രോ.